അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ ഇവിടെ 70 ആണ്, ഇവിടെ 60 ആണ്. അതുപോലെ തന്നെ ഇവിടെ A ഡിഗ്രി, ഇവിടെ B ഡിഗ്രി, C ഡിഗ്രി. ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? A എത്രയാണ്, B എത്രയാണ്, C എത്രയാണ്? അപ്പോൾ A കണ്ടുപിടിക്കാൻ എത്ര സിമ്പിളാണ്. കാരണം 60ഉം 70ഉം എത്രയാണ്? 130 ആണ്. 130 ഇനി 180 130 കുറച്ചാൽ എത്ര? 50 ആണ്. 50. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് കിട്ടി. A ഡിഗ്രി സമം എത്ര? 50 ആണ്. 50 എന്താണ്? 50. ഇനി B ഡിഗ്രി സമം നോക്കാം. B ഡിഗ്രി സമം എന്താണ് നോക്കാം നമുക്ക്. B ഡിഗ്രി എന്താ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ ഓർക്കുക. ഇവിടെ ഇത് രണ്ടും പാരലായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ രണ്ടും പാരലായിട്ട് കണക്കാക്കുമ്പോൾ ഇവിടുത്തെ ഇതായിരിക്കും ഇവിടുത്തത്. എത്ര ആയിരിക്കും? ഇവിടുത്തെ ആയിരിക്കും ഇവിടുത്തെ. അപ്പോൾ 60 ഡിഗ്രിയാണ് B എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ വരും. ഇനിയിപ്പോൾ എന്താണ്? 50ഉം 60ഉം എത്ര? 50ഉം 60ഉം 110 കിട്ടും. ബാക്കി എത്രയാണ്? 70 ആണുള്ളത്. അപ്പം ഇവിടെ 70 ആണ്. ഇവിടെ 70 ഉണ്ട്. പിന്നെ നമുക്ക് പാടില്ല, ഇവിടെ 70 ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടുത്തെ കണക്ക് ഇത്രേ ഉള്ളൂ. A ഡിഗ്രി സമം 50 ഡിഗ്രി, B ഡിഗ്രി സമം 60 ഡിഗ്രി, അതുപോലെ തന്നെ C ഡിഗ്രി സമം എത്രയാണ്? 70 ഡിഗ്രി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കണക്കിൽ തന്നെ ഉണ്ട്. ഈ ഒരു നിയമം മുറിക്കാൻ പാടില്ല. കാരണം എന്താ? ഈ നിയമം പാലിച്ചേ പറ്റൂ. കാരണം എന്താ? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളിലെ അളവുകളും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് USSന്റെ മാത്സ് എന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു പടം കാണിക്കാം. ഈ പടത്തിന്റെ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ ഒരു X എന്ന ഡിഗ്രി, ഇവിടെ എന്ന് പറയുന്നത് വെച്ചാൽ 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ X ആണ് കണ്ടുപിടിക്കേണ്ടത് എത്ര ആണെന്ന്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നടുക്കൂടെ ഒരു വരയ്ക്കുക. നടുക്കൂടെ ഒരു വര വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങളൊരു കാര്യം കരുതുക, ഇത് രണ്ടും പാരലാണെന്ന് തോന്നിപ്പിക്കുക. എന്നാലും ഇത് പാരലാണ്, ഒരു പാരൽ ഇതില്ലേ. അപ്പോൾ അത് രണ്ടും പാരലാണ്. നമുക്ക് കൊടുക്കാം A B C D. A Bയും C Dയും പാരലാണ്. അപ്പോൾ നിങ്ങളത് ഓർക്കുക. ഇനി ചെയ്യേണ്ടത്, നിങ്ങളൊരു കാര്യം ഓർക്കുക. ഇവിടെ 30 ആണെങ്കിൽ എവിടെ 30 ആയിരിക്കും? ഈ നടുക്കെന്ന് വരച്ച് ഇത് രണ്ട് ഭാഗങ്ങളാക്കി. അപ്പോൾ ഇവിടെ 30 ആയിരിക്കും ഡിഗ്രി. ഇനി 25ന് 30 കുറയ്ക്കണം. അങ്ങനെ ഇത് 7ന് 3 പോയാൽ എന്താ? 4. അപ്പം ഇങ്ങനെ 45. ഇവിടെ 45 ഡിഗ്രി ആണ്. ഇവിടെ 45 ഡിഗ്രി ആകുമ്പോൾ ഈ എക്സിന്റെ വില എന്തായിരിക്കും? ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 45 ആയിരിക്കും. അങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്താൽ നമുക്കിത് കിട്ടും. 45 ഡിഗ്രിയാണ് എക്സിന്റെ വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് നിങ്ങളിത് കരുതുക കേട്ടോ. ഒരു റെക്റ്റാങ്കിൾ ആണ് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞും പോകുമ്പോൾ നിങ്ങളിത് റെക്റ്റാങ്കിൾ ആണെന്ന് കരുതിക്കും. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിള് ഇവിടെ നിന്നൊരു വര ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു വര ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ 40
വെച്ചാൽ മണ്ടയ്ക്ക് ഈ ഭാഗത്തായിട്ട് 25 ഡിഗ്രി ആണ്. എന്നാൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെന്താ പറഞ്ഞുതരാം ഇതെങ്ങനെയാണെന്ന്. ഞാൻ ഇതിപ്പം വളഞ്ഞൊക്കെ ഇരിക്കും, പക്ഷേ ഇത് റെക്റ്റാങ്കിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു മൈൻഡിൽ വെച്ചേക്കാം. അപ്പം എന്താ റെക്റ്റാങ്കിൾ എപ്പോഴും എന്തായിരിക്കും, മൂലകളെല്ലാം എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ? ആണ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ പിന്നെ സിമ്പിളാണ്. ഇതെല്ലാം 90 ഡിഗ്രി ആണെങ്കിൽ എന്താ ഈ 40ന് 90 കുറയ്ക്കുക. 40ന് 90 കുറച്ചാൽ 50 ഡിഗ്രി. അങ്ങനെ 50 ഡിഗ്രി കിട്ടും. ഇനി 25ന് നമ്മൾ 90 കുറച്ചാൽ എത്ര കിട്ടും? 90 25 5 5 65 ഡിഗ്രി വരും കേട്ടോ. 65 ഡിഗ്രി വരും. അപ്പോൾ ഈ 50 പ്ലസ് 65 ഈക്വൽ ടു 115 മൈനസ് 180 ഈക്വൽ ടു 65 ഡിഗ്രി. അപ്പോൾ ഇവിടെയും എന്താണ് 65 ഡിഗ്രിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? 50, 65, 65. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചിട്ടുള്ള ഒരു കണക്കാണ്. ഇവിടെ 70 ഡിഗ്രി ഓർക്കുക. ഇവിടെ 70 ഡിഗ്രി, പിന്നെ ഇവിടെ 60 ഡിഗ്രി. ഇവിടെ എ ആണ് ഡിഗ്രി, ഇവിടെ ബി ആണ് ഡിഗ്രി, ഇവിടെ സി ആണ്